ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഒരു കാപ്പിയോടൊപ്പം തുടങ്ങാം കേട്ടോ. അങ്ങനെ ഈ ഒരു പ്ലേസ് എൻ്റെ ഫേവറേറ്റായി മാറിയേ ഈ ഒരു ചെടി കാരണം. രാവിലെ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറിയും പുട്ടുമായിരുന്നു. പക്ഷെ ഞാൻ പുട്ടല്ല കഴിക്കുന്നത്, ബ്രെഡാണ്. ബ്രെഡും ചിക്കൻ കറിയും എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മിഥുവിന് ഒരു 11 മണിയാകുമ്പോഴുള്ള വിശപ്പിനെ പറ്റി ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ ആ സമയത്തേക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. ജ്യൂസല്ല, ഒരു ഫ്രൂട്ട് സലാഡാണ്. കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ച് അധികം പേർക്കും അറിയായിരിക്കും. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഏകദേശം ഒരു ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോയി. ചോറും ചിക്കൻ കറിയും, ഇത് രാവിലത്തെ ചിക്കൻ കറിയാണ്, മീനുമായിരുന്നേ. അത് കഴിഞ്ഞ് ലിയമോൾ ഉറക്കാനുള്ള തന്ത്രപ്പാടിലാണ്. കുറച്ച് കളിച്ച് തളർന്ന് കഴിഞ്ഞാൽ അവളങ്ങ് ഉറങ്ങിക്കോളും. അപ്പോൾ അതിനുള്ള പുറപ്പാടിലാണ്. ലിയമോൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ പതുക്കെ വൈകിട്ടേക്കുള്ള അരിയൊക്കെ അരച്ച് വെക്കുകയാണ്. അതായത് നാളെ രാവിലത്തേക്കുള്ള അരി വൈകിട്ട് അരച്ച് വെക്കുന്നു. അപ്പോൾ അതെല്ലാം അരച്ച് വെച്ച് ഒരു വൈകിട്ടായപ്പോൾ ഏകദേശം ഒരു 5 മണിയായപ്പോൾ അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള പ്ലാനായി. അങ്ങനെ അമ്പലത്തിലേക്ക് പോയി. നെഗുരുമ്പുറം അമ്പലത്താണ് കേട്ടോ പോയത്. എൻ്റെ പ്രൊനൗൺസ് ശരിയാണോ അറിയില്ല കേട്ടോ. ചിലർ നേരുംപുറം നെഗുരുമ്പുറം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്താണ് ശരിയായതെന്ന് അമ്പലത്തിലെ ബോർഡ് ഞാൻ വായിച്ചില്ല, മറന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും സങ്കടകരമായ കാര്യം, സന്തോഷമായ കാര്യം നടന്നത് ഇവിടെ വെച്ചാണ്. വേറൊന്നുമല്ല, എൻ്റെ കല്യാണം. അന്ന് ഞാൻ ഇവിടെ കിടന്ന് എൻ്റെ ഫാമിലി ഇല്ലാത്തതിന് ഒത്തിരി ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഇവിടെ വരാൻ വേണ്ടി ചില കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കുറച്ച് പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നില്ല. അങ്ങനെ സമാധാനത്തോടെ തൊഴുത് ദൈവത്തെ കണ്ട് പുറത്തേക്കിറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ പട്ടികളെല്ലാം കൂടി ഇവരെ പിന്നാലെ പോകുന്നത്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബായ്.